ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കാണുന്നു എന്ന് അറിയുന്നു. അതിൻ്റെ കൂടെ തന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ, ലൈക്കും കൊടുക്കണേ. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് മോളുടെ കാര്യം തന്നെയാണ്. അപ്പോൾ അതവിടെ അങ്ങനെ കഴിഞ്ഞു. മോന് 2.25 വയസ്സായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ എല്ലാം അവസാനിപ്പിക്കണമെന്ന് വരെ ചിന്തിച്ച സമയമാണ്. അപ്പോഴും മോനെന്നുള്ള ഒരാളെ ഓർത്ത് മാത്രം വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരാമെന്ന് തീരുമാനിച്ചത്. അന്ന് മോന് ഞങ്ങളോട് കാണിച്ച ആ ഒരു സ്നേഹം കാരണം അവൻ എപ്പോഴും എൻ്റെ കണ്ണൊന്ന് നിറയുകയോ അല്ലെങ്കിൽ അച്ഛനൊന്ന് വിഷമിച്ചിരിക്കുകയോ ചെയ്യുമ്പോൾ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് പറയും, അമ്മ കരയില്ലേ അമ്മ. നന്നായിട്ട് സംസാരിക്കാറായില്ല, പക്ഷെ അവനെല്ലാം അറിയാമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ അവൾ അങ്ങനെ അവനെ കൊണ്ടു നടന്നത്. എവിടെ പോയാലും അവളുടെ ഇലയിൽ കാണും. അവൻ എപ്പോഴും ഇങ്ങനെ അവന് നല്ല വണ്ണം ഉണ്ടായിട്ട് പോലും അവനെ എടുത്തുകൊണ്ട് നടക്കുക. അപ്പൊ അവനും അവളോട് ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിരുന്നു. അപ്പൊ അവനെങ്ങനെ എപ്പോഴും പറയും, അമ്മ കരയില്ലേ, അമ്മയുടെ മോനും മോളും ഞാനാ, അമ്മ എന്നെ മോളേന്ന് വിളിച്ചു എന്ന് പറയും. അപ്പൊ അത് കേൾക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു ഫീലിങ് എന്ന് വെച്ചാൽ അവനോട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അതിലേക്ക് അവൻ ഞങ്ങളെ തിരിച്ചു കൊണ്ടുവന്ന് അങ്ങനെ വീണ്ടും ജീവിക്കാനായിട്ട് കുറച്ച് നാൾ ഞാൻ പോയില്ല. ചേട്ടായി തന്നെ സോപ്പൊക്കെ കൊണ്ട് കൊടുത്ത് അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേന് ഞാനിങ്ങനെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒറ്റയ്ക്കിരുന്ന് ഞാനിങ്ങനെ കണ്ണടയ്ക്കുമ്പം ഞാൻ കാണുന്നത് എൻ്റെ മോള് നിന്ന രംഗം. പിന്നെ ഞാൻ ചിന്തിക്കുന്നത് മൊത്തവും മോൾ അനുഭവിച്ച വേദനയും അല്ലെങ്കിൽ അവൾ ചിന്തിച്ച ആ കാര്യങ്ങളും ഒക്കെ. അപ്പം അത് വല്ലാതെ എന്നെ മാനസികമായിട്ട് തളർത്തിക്കൊണ്ടിരിക്കുമായിരുന്നു. എന്നിട്ട് ഞാൻ മറ്റുള്ളവരുടെ മുന്നിലൊക്കെ കുറച്ചൊക്കെ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചു. പക്ഷേ എങ്കിലും ഒറ്റയ്ക്കാവുമ്പോൾ ശരിക്കും ഞാൻ തകർന്നു പോകുന്നൊരവസ്ഥയായിരുന്നു. അങ്ങനെ അവസാനം ചേട്ടയുടെ ഫ്രണ്ട്സും എല്ലാവരും കൂടെ ഒക്കെ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഇരുന്നാൽ ഒക്കത്തില്ല, ഇറങ്ങ്, സോപ്പും കൊണ്ട് എൻ്റെ കൂടെ ഇറങ്ങെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് ദിവസമൊക്കെ ഞാൻ ഇങ്ങനെ എനിക്ക് ഇറങ്ങാൻ എന്തോ ഒരു മാനസികമായിട്ടൊരു ബുദ്ധിമുട്ട്. ഞാൻ ടൂ വീലറൊക്കെ ഓടിക്കുമായിരുന്നു. പക്ഷെ എനിക്ക് പിന്നെ ടൂ വീലർ എടുക്കാനൊക്കെ ഭയങ്കര എന്തോ ഒരു ഭയമാണോ അതോ എന്തോ ഒരു മനസ്സിന് ഒരു ധൈര്യമില്ലാത്ത കണക്കൊരവസ്ഥ. അവസാനം ഏട്ടനും എന്നോട് പറഞ്ഞ്, എനിക്കും ഒറ്റയ്ക്ക് പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. കാരണം ഒറ്റയ്ക്ക് സോപ്പുമായിട്ട് ഞാനിങ്ങനെ പോകുമ്പോൾ ചിന്തിക്കുന്നത് മൊത്തവും അവളെക്കുറിച്ചാണ്. അപ്പം നമ്മൾ രണ്ടുപേരൂടെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സംസാരിച്ചൊക്കെ ഇരിക്കുമ്പം കുറച്ച് മാറുമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ വീണ്ടും ഏട്ടൻ്റെ കൂടെ സോപ്പും കൊണ്ട് ഫീൽഡിലേക്ക് ഇറങ്ങി. ഞങ്ങൾ രണ്ടുപേരും കൂടെ പോകാൻ തുടങ്ങി. അപ്പോഴും രണ്ടുപേരും കൂടെ സംസാരിക്കുന്നത് മൊത്തവും ഇത് തന്നെയായിരുന്നു. ബാക്കി അടുത്ത എപ്പിസോഡിൽ. ബൈ.